രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഓരോ മിനിറ്റും സെക്കൻഡുകളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പര്യാപ്തമായ രക്ഷാപ്രവർത്തനമല്ല അവിടെ നടക്കുന്നത് എന്നത് വിഷയവിദഗ്ധരടക്കം ബന്ധപ്പെട്ട അധികാരികളുടെ ഇപ്പോഴത്തെ ഇടപെടലടക്കം പര്യാപ്തമല്ല എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും വ്യാപകമായ വിമർശനവും ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തോന്നുന്നത് എന്താണ്? കാവ്യ, ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പോലും അപമാനമായിപ്പോയി. ഇത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി ഉള്ള സ്ഥലത്ത് അതൊരു ഹൈവേയുടെ സൈഡില് ഒരു ചെറുപ്പക്കാരനും ആ ലോറിയും പിന്നെ അവിടെ മണ്ണിനടിയിലായിട്ട് 4ാമത്തെ ദിവസമാണ് അവര് എന്തെങ്കിലും ചെറിയ ചലനം നടത്തിയത്. എത്ര നാണക്കേട്, എത്ര അപമാനമാണ്. ഒരു മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഭരണകൂടവും സംവിധാനവും. കേരളം വിട്ടാൽ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ പല കാര്യത്തിൽ കേന്ദ്ര സർക്കാരും മറ്റു സർക്കാരുകളൊക്കെ ഊറ്റം കൊള്ളും ഇന്ത്യ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കേരളം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെല്ലാം സംവിധാനങ്ങളുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആ സംസ്ഥാനത്തുണ്ട്, അതുപോലെ അവിടുത്തെ ആർമിയുടെ സപ്പോർട്ടുണ്ട്, അതുകൂടാണ്ട് തന്നെ അവിടുത്തെ മറ്റു പല ഉപകരണങ്ങളും ഉണ്ട്. GPS സംവിധാനത്തിലൂടെ തന്നെ അതിനെ ലൊക്കേറ്റ് ചെയ്ത് എവിടെയാണ് ഈ ലോറി കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേവലം മണ്ണ് മാറ്റിയാൽ മതി. ഞാനിപ്പോ ഒരു ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് പിന്നെ ശേഷം ഞാൻ മനസ്സിലാക്കിയത്, ഒരു ചെറിയ രീതിയിൽ വെബ്സൈറ്റിലേക്ക് കയറി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ മണ്ണ് ഏതാണ്ട് 100 മീറ്ററിന് മുകളിൽ നിന്ന് മണ്ണ് വീണിട്ടുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് 1-2 പിന്നെ JCB ഉപയോഗിച്ചിട്ടുണ്ട് ആ മണ്ണ് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. തന്നെയല്ല, ഏറ്റവും വേദന തോന്നുന്നത് അതല്ല. ഈ അർജുൻ എന്ന് പറയുന്ന യുവാവ് ആ ലോറിയിൽ കുടുങ്ങിയതിനു ശേഷം ഇന്നലെ വൈകുന്നേരം 6:30 വരെ അവിടെ ആ ലോറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ എഞ്ചിൻ ഓഫ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഇന്നലെ ഒരു മിസ് കോൾ അദ്ദേഹത്തിന് കിട്ടി. ഇന്നലെ 7 മണി വരെ അദ്ദേഹത്തിന്റെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും 3 ദിവസം, നീണ്ട 3 ദിവസം ആ സംസ്ഥാനത്തെ ഭരണകൂടമോ അവിടുത്തെ സംവിധാനങ്ങളോ അവിടുത്തെ പോലീസ് അധികാരികളോ അവിടുത്തെ ജില്ലാ ഭരണകൂടമോ യാതൊരു തരത്തിലും ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ലെന്നുള്ളവരും ഈ രാജ്യത്തിന് നാണക്കേടാണ്. അവിടെയാണ് നമ്മുടെ കേരളം വേറിട്ട് നിൽക്കുന്നത്. കേരളം ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ എത്രയോ പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ ജീവൻ ആദ്യം വില കൽപ്പിച്ചുകൊണ്ട് അവിടെ പാഞ്ഞെത്തി ദുരന്ത നിവാരണ അതോറിറ്റിയും സാധാരണക്കാരെ മനുഷ്യർ ഒറ്റക്കെട്ടായിട്ട് രക്ഷപ്പെടുത്തിയ ചരിത്രങ്ങൾ എത്രയുണ്ട്. ഇന്നലെ തന്നെ ഒരു ഉദാഹരണമുണ്ട്. ഇന്നലെ തന്നെ നിലമ്പൂരിലെ മലപ്പുറം ജില്ലയിലെ ഒരു വലിയ പുഴയിൽ ഒരു ചെറിയ തുരുത്തിലകപ്പെട്ട ഒരു ഫാമിലിയെ നമ്മുടെ രക്ഷാപ്രവർത്തകർ എത്ര സാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയത്. കേരളം വലിയൊരു ദുരന്തമില്ല. കേരളം വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇവരെന്തിനും ഒരു ഭരണകൂടമായിട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പലതവണ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ അവിടെ ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇന്ന് ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി അവിടെ ഇന്ന് രാവിലെ എത്തിയത് കേവലം ഒരു JCB മാത്രമാണ്, അത് പ്രവർത്തിച്ചിട്ടില്ല. ഇന്നൊരു 12 മണിക്ക് മുമ്പായിട്ടാണ് അവിടെ പിന്നെ മാത്രമായിരുന്നു അവിടെ എത്തിയത്. ആ ഫയർഫോഴ്സ് അവിടെ ഒന്നും ചെയ്തില്ല. ഒരു ഫയർഫോഴ്സ് എങ്ങനെയാണ് മണ്ണ് മാറ്റാൻ പറ്റുന്നത്? ആ ഫയർഫോഴ്സിന് സപ്പോർട്ടീവ് ഫാക്ടറായിട്ട് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ വീഴുവാണെങ്കിൽ ഇത് ലോഡ് കണക്കിന് മണ്ണ് അതിന്റെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. തന്നെയുമല്ല, അത് വെരി ഫസ്റ്റ് രാവിലെ 8:45 ഈ മണ്ണ് വീഴുന്നത്. ഒറ്റ മണിക്കൂർ കൊണ്ട്, 1 മണിക്കൂർ പോലും വേണ്ട. അവിടുത്തെ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അങ്കോള എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഏതാണ്ട് 30 മിനിറ്റ് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ എത്താം ഉള്ള സൗകര്യങ്ങളുണ്ട്. ഹൈവേ ആണ്. എന്നെ വേദനിപ്പിച്ച വേറൊന്നുമല്ല കാവ്യയെ, ആ നാട്ടുകാർ പോലും സഹകരിച്ചിരുന്നുള്ളതാണ്. എന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെ. ആ നാട്ടിലെ ഒരു വ്യക്തി പോലും, അധികം ജനതാമസം ഇല്ലെങ്കിൽ പോലും ഈ സ്ഥലത്ത് വരികയോ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനൊരു ഒരു തുടക്കം കുറിക്കാൻ പോലും ശ്രമിച്ചില്ല. അവിടെയാണ് നമ്മൾ കേരളം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ മനുഷ്യർ ഇത്തരം ദുരന്ത ഭൂമികളിൽ അവർ ചെയ്യുന്ന സാഹസികമാരുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് മാതൃകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് 2 ഉദാഹരണം പറയാം. 2019 ആസാമിലെ ഒരു കനിയിൽ 22 ചെറുപ്പക്കാര് ആ കനിക്കുള്ളിൽ അകപ്പെട്ടു. ആ കനി ഇടിഞ്ഞു വീണിട്ടും ആ ഒരു രക്ഷാപ്രവർത്തനം പോലും നടത്താതെ കണ്ട് അവരെ ഉപേക്ഷിച്ച ചരിത്രമുണ്ട് ഈ രാജ്യത്തെ BJP സർക്കാരിന്. ശരി, തുടരുക. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതാണ് എന്നതല്ലേ വസ്തുത ശ്രീ വസന്ത്? ശ്രീ വസന്ത്, അങ്ങേക്ക് കേൾക്കാമോ? വസന്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങേക്ക് തുടരാം. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അത് മറ്റൊരു സംസ്ഥാനത്തായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ കേരള ഗവൺമെന്റ് ഇടപെടാൻ പറ്റത്തില്ല. കാരണം അവിടെ കർണാടക ഇതിനേക്കാൾ സംവിധാനങ്ങളുള്ള വലിയൊരു സംസ്ഥാനമാണ്.
അവിടെ എല്ലാ രീതിയിലുള്ള ഫോഴ്സും ഉണ്ട്. അവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് ചെയ്യുവാണ്? ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഭരണകൂടം കോൺഗ്രസിന്റെ സിദ്ധരാമയ്യല്ലേ അവിടെ മുഖ്യമന്ത്രി? കേരളത്തിൽ നിന്നുള്ളൊരു മന്ത്രി എവിടെയുണ്ട്? പിന്നെ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അവിടെ ഇവരെല്ലാരും കൊട്ടിഘോഷിക്കുന്ന പിന്നെ ശിവകുമാറുണ്ട്, അവിടുത്തെ പിന്നെ ഉപമുഖ്യമന്ത്രി. ഇവരൊന്നും ഇതിനകത്ത് ഇടപെടാതെ കണ്ട് അത് 3 മനുഷ്യജീവൻ ഈ മണ്ണിനടിയിലുണ്ടെന്നാ പറയുന്നത്. 3 മനുഷ്യജീവൻ. അദ്ദേഹം ജീവിച്ചിരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10 കാരണം എന്നൊരു അവിടെ കണക്ക് ഇതിന്റെ രക്ഷപ്പെടാനുള്ള ഇടയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഔദ്യോഗികമാണ് എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. പക്ഷെ ഇപ്പോഴും അതിനർത്ഥം ഏറ്റവും വ്യക്തമായ ഒരു കണക്ക് സർക്കാരിന്റെ കയ്യിൽ പോലും ഇല്ല എന്നുള്ളതാണ്. ഒരു കണക്കുമില്ല. അവർ യാതൊരു രീതിയിൽ ഇതിനെ ട്രേസ് ചെയ്തിട്ടില്ല. നമ്മുടെ പിന്നെ ചീഫ് സെക്രട്ടറിയും കേരള ഭരണകൂടവും അവിടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ പിന്നെ ഇത് GPS സംവിധാനം ട്രേസ് ചെയ്യുക, അതുപോലെ തന്നെ ഫോൺ ലൊക്കേഷൻ എടുക്കുക. വളരെ ഈസിയാണ് ഇന്നത്തെ കാലത്ത്, വളരെ ഈസി. നമ്മൾ പ്രാചീന യുഗത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. നിസ്സാരമായിട്ട് ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ 1-2 മണിക്കൂർ കൊണ്ട് രക്ഷപ്പെടുത്താവുന്ന 3 മനുഷ്യജീവനുണ്ടെന്ന് ഇപ്പൊ പറയുന്നു. അർജുനോടൊപ്പം വേറെ 2 പേരും ഉണ്ടായിരുന്ന പറയണേ. തന്നെയുമല്ല, അതിനകത്ത് ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് നിരവധി വാഹനങ്ങൾ ഒഴുകി തോട്ടിൽ പോയി, ആ പുഴയിലേക്ക് പോയി. ഒരു മനുഷ്യജീവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. 7 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാൻ പറ്റിയത്. അതെല്ലാം ഇന്നാണ് അവിടെ ആദ്യമായിട്ട് നേവി എത്തി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. തന്നെയുമല്ല, ഈ ലോറി 27 ടൺ തടിയുമായിട്ട് വരുന്ന ഈ ലോറി ഒരു കാരണവശാലും ഈ പുഴയിലേക്ക് പോകത്തില്ല. അങ്ങനെ പുഴയിലേക്ക് പോയിരുന്ന ഈ ലോറി അതിന്റെ എഞ്ചിൻ ഓഫ് ആയി പോയനെ, ഈ ഫോണും ഡിസോർഡർ ആയി പോയനെ. ഇതൊന്നും പോകാതെ കൊണ്ട് തങ്ങളുടെ കൺമുമ്പിൽ മെയിൻ റോഡിന്റെ സൈഡിൽ മണ്ണിന്റെ അടിയിൽ മനുഷ്യജീവൻ കിടന്നിട്ട് അനങ്ങാപ്പാറ നയം നയിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥര്. ഏറ്റവും ദുഃഖകരമായ കാര്യം, ആ അർജുന്റെ പിന്നെ സഹോദരങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ ഇൻസൾട്ടിങ് ഭാഷയിലാണ് അവർ സംസാരിച്ചത്. വളരെ മോശമായ രീതിയിൽ. അല്ല, ഇവർ ചൂണ്ടിക്കാണിക്കുന്ന മേഖലകളിൽ, അതായത് ഈ റഡാർ സംവിധാനം അടക്കം അല്ലെങ്കിൽ ഈ സിഗ്നൽ വളരെ കൃത്യമായി കിട്ടുന്ന ഇടങ്ങളിൽ നിങ്ങൾക്കൊന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം അവലംബിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പോലും പുച്ഛ മനോഭാവം ഉണ്ടായി എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള അർജുന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. ശ്രീ റെജി ലൂക്കോസ്, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ദുഃഖകരമായ അവസ്ഥ. മനുഷ്യജീവന് ഒരു വില കൽപ്പിക്കാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അവർ വളരെ മോശമായിട്ട്. ഇന്ന് രാവിലെ ഞാൻ കൈരളിയിൽ കണ്ടിരുന്നു അവിടുത്തെ ആ ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ട് ഓഫ് പോലീസുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താ? വളരെ ലാഘവത്തോടുകൂടി ഞങ്ങൾ അർജുന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടു എന്നൊക്കെയാ പറയണത്. ബന്ധപ്പെടേണ്ട അവിടെയാണോ? ബന്ധപ്പെടേണ്ട അവരാ നിമിഷം തന്നെ. ഈ അങ്കോള എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് സംവിധാനവും ഈ സ്ഥലവുമായിട്ട് വലിയ പിന്നെ ഡിസ്റ്റൻസ് ഇല്ല. നിമിഷങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ പറ്റും.